തൊലി പൂച്ചയായി. അങ്ങനെ വല്ല വിട്ടിത്തോ കൂടി വിളപ്പിയേക്കാം പത്രക്കാരോട്. എന്താണോ, പറ്റുമോ? സർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട. അച്ഛൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താടോ നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. You! I said! Please shut your mouth. No! സർ, സർ സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. And I'll listen not to him, just you. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി. അതാ നിനക്ക് നല്ലത്. സർ പറ്റില്ല. കൊട്ടിഘോഷിച്ചോരോ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സഹമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു. അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ.